ഗുരുതരമായ ആക്ഷേപങ്ങളാണ്. ഫണ്ട് തിരിമറിയിൽ CPM പയ്യന്നൂർ MLA ഉൾപ്പെടെ ഉള്ള ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച വി കുഞ്ഞികൃഷ്ണനെ പരമദ്രോഹി പിണറായി വിജയൻ അറിയാം, പാർട്ടി സെക്രട്ടറിക്ക് അറിയാം. പക്ഷേ അറിഞ്ഞിട്ടും മൂടിവെക്കപ്പെട്ട സത്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ ഈ രീതിയിൽ തുറന്നു പറയുന്നത്. വിചാരിച്ചാലും കുഴപ്പമാണ് മുതലാളി. സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞതുപോലെ ധൻരാജിന്റെ രക്തസാക്ഷി ഫണ്ട് കട്ടവരാരപ്പ സഖാക്കളാണ് നാട്ടാരെ എന്ന് പറയേണ്ട സ്ഥിതിയാണ്. ഇതുവരെ അദ്ദേഹം പാർട്ടിക്കുള്ളിലാണ് ഈ വിഷയങ്ങൾ ഉന്നയിച്ചത്. 3-4 വർഷത്തിനിപ്പുറമാണ് അത് ജനങ്ങളോട് പറയണം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ തിരുത്ത് നടക്കാത്തത് കൊണ്ടാണോ ശ്രീ കുഞ്ഞികൃഷ്ണനെ പോലെയുള്ളവർ പുറത്തേക്ക് വരുന്നത്? ഇവന്മാരെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ വേണം വിചാരിക്കാനായിട്ട്. കാരണം ഇതുപോലൊരു സംഭവം ഈ രക്തസാക്ഷി ഫണ്ടൊക്കെ തട്ടിക്കണമെങ്കിൽ പണ്ടൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ നടന്നു നമുക്ക് വിശ്വസിക്കാം. ഒന്നും പറയാണ്ടിരിക്കാ വേണം. മൺമറഞ്ഞു പോയ പല നേതാക്കന്മാരുടെയും പേരിൽ പിരിവ് നടത്തിയിട്ട് പിരിക്കുന്നവർ പിരിക്കുന്ന പൈസ പോക്കറ്റിലിടുക, അവരുടെ സ്വന്തം ആവശ്യത്തിന് വിനിയോഗിക്കും. ആ ഒരു പൈസ പോലും ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുക്കാതെ അല്ലെങ്കിൽ സ്മാരകം പണിതുയർത്താതെ കുറെ കഴിയുമ്പോൾ അതൊക്കെ വിസ്മൃതിയിലേക്ക് മാഞ്ഞുപോയ സംഭവങ്ങൾ പറയും. പക്ഷെ CPM പോലൊരു പ്രസ്ഥാനത്തിൽ ഇതുപോലൊരു കാര്യം നടക്കുക, അത് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിൽ നടക്കാതെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ ഈ വിഷയം അത് ഉണ്ടായ കാലത്ത് ചർച്ച ചെയ്തതാണ്. പക്ഷെ അന്ന് ശ്രീ കുഞ്ഞികൃഷ്ണൻ പരസ്യമായിട്ട് രംഗത്ത് വന്നിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിവുള്ളതാണ്. ഇതൊക്കെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്തത്. അതിനുശേഷവും യാതൊരു പരിഹാര നടപടിയും ഉണ്ടായില്ല. കുറ്റക്കാർക്കെതിരായിട്ട് ചെറുവിരൽ പോലും പാർട്ടി അനക്കിയില്ല തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം പാർട്ടിയിലെ ഉന്നത നേതാക്കന്മാർക്ക് ഒന്നുകിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ അവർ ഈ MLA മസൂദനെ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. കള്ളന് താടി പഠിക്കുന്നവൻ പെരുങ്കള്ളനാ. അതെന്തുകൊണ്ടാണ്? രണ്ടായാലും അതുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ സദാചാരത്തിന് ധാർമ്മികതയ്ക്ക് കൂട്ടുനിരക്കുന്ന കാര്യങ്ങളല്ലോ ഇവിടെ നടന്നു എന്ന് പറഞ്ഞു. അല്ല ഞാൻ അത് പിന്നെ ഇത് കോൺഗ്രസിലോ BJPയിലോ മറ്റു ബൂർഷ്വാ പാർട്ടികളിലോ നടന്നത് നമുക്ക് മനസ്സിലാക്കാം. എപ്പോഴും രക്തസാക്ഷികളെ കുറിച്ച് വാചാലരാകുന്ന, രക്തസാക്ഷികളുടെ രക്തത്തെക്കുറിച്ച് രക്തപതാകയെക്കുറിച്ചൊക്കെ അഭിമാനിക്കുന്ന പാർട്ടിക്ക് ഒരു കാശിന് കൊള്ളുകയില്ല, 9 കാശിന് ഉപദ്രവവും ഇങ്ങനെയൊക്കെ സംഭവിക്കാന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ സങ്കല്പിക്കാൻ പറ്റിയില്ല. ഇപ്പൊ എറണാകുളം ജില്ലയിൽ പോലും നടത്തിയില്ല ഇങ്ങനത്തെ അതിക്രമം. ഇവിടെ വയറ്റിപ്പഴപ്പുകാരായ നേതാക്കന്മാരൊക്കെ ഉണ്ട്. പക്ഷേ രക്തസാക്ഷി ഫണ്ടൊന്നും അങ്ങനെ ആരും അടിച്ചു മാറ്റിയതായിട്ട് കേട്ടില്ല. എന്നെ സംശയിക്കരുത്. ഇടതുപക്ഷ പാർട്ടികൾ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ പൊതുവെ ചെയ്യാറില്ലാത്തതാണ്. പക്ഷേ ഇത് നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് കണ്ണൂർ ജില്ലയിൽ, അത് പയ്യന്നൂരിൽ പാർട്ടിയുടെ MLA മുൻകൈ എടുത്ത് ഇത്ര വലിയൊരു തട്ടിപ്പ് നടത്താന്ന് പറഞ്ഞാൽ ഇത് ഒരു കരുവന്നൂർ കോപ്പറേറ്റീവ് ബാങ്ക് പോലെ ആയി പോകുമല്ലോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇല്ലേ? എന്റെ ആത്മസംയമനത്തെ പരീക്ഷിക്കരുതാ. സത്യം പറയുമ്പോ നീ മെക്കിട്ട് കയറാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല. പാർട്ടിയുടെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്. ഇപ്പോൾ പണം കൊടുക്കാൻ ആളുകളും ധാരാളം ഉണ്ട്. 10ാമത്തെ കൊല്ലത്തിലാണ് ഭരണം നടക്കുന്നതൊക്കെ ശരിയാണ്. എങ്കിൽ പോലും ഈ RSSകാരുടെ കൊലക്കത്തിക്ക് ഇരയായ ഒരു ചെറുപ്പക്കാരൻ്റെ ആ കുടുംബത്തിന് വേണ്ടി പിരിച്ച പൈസയിൽ നിന്ന് കൈയിട്ട് വരണമെങ്കിൽ അത് എത്ര നീചന്മാരായിരിക്കണം എന്ന് ആലോചിച്ച് നോക്കും. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. സംഗതി വെളിയിലായാൽ ഞാനും താനും എന്റെ അളിയാനും അകത്താ. ഇത് മധുസൂദനൻ തന്നെ ചെയ്താണോ അതോ മറ്റ് സിൽബന്ദികൾ ചെയ്തതാണോ അതോ അദ്ദേഹവും സിൽബന്ദികളോട് കൂട്ടായിട്ട് ചെയ്താണോ നമുക്കറിയില്ല. ഏരിയ സെക്രട്ടറി ആയിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ പണം പിരിച്ച ആളുകൾ ഈ പണം ഇവിടെ കൊണ്ടുപോയി. എന്താണ് സംഭവിച്ചത് അത് അറിയണ്ടേ? അത് പാർട്ടിക്ക് അതിനുള്ള ഉത്തരവാദിത്വം വേണ്ടേ? ചുമ്മാതല്ല ഇയാളിങ്ങനെ ആയി പോയത്. പാർട്ടിയുടെ അന്വേഷണത്തിൽ പാർട്ടിക്ക് ഒരു പൈസയും നഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പാർട്ടി പിരിച്ച പൈസയിൽ നിന്ന് പോയിട്ടുണ്ടോ എന്നാണ് നമുക്കറിയേണ്ടത്. പാർട്ടിയുടെ അക്കൗണ്ടിൽ വന്ന് പാർട്ടി ഖജനാവിൽ വന്നതിന് ശേഷം പോയിട്ടില്ല എന്നായിരിക്കും ചിലപ്പോൾ പുള്ളി ഉദ്ദേശിച്ചത്. പണ്ട് ഈ സോളാർ വിവാദം ഉണ്ടായപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞില്ല സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു പൈസ പോലും പോയിട്ടില്ല. സംഗതി ശരിയാണ്. പോയത് സർക്കാർ ഖജനാവിൽ നിന്നല്ലല്ലോ. ഈ ഇദ്ദേഹത്തിന്റെ വാക്ക് വിശ്വസിച്ച് സരിത നായർക്ക് പൈസ കൊടുത്ത ആൾക്കാർക്കാണ് നഷ്ടപ്പെട്ടു. അങ്ങനെ നോക്കിയാൽ ശരിയാണ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു വ്യാഖ്യാനമാണോ വേണ്ടത്? ഇങ്ങനൊരു വിശദീകരണമാണോ നൽകേണ്ടത്? പാർട്ടിയുടെ പൈസ പോയോ പോയില്ല എന്നുള്ളതല്ല, ഇതിന്റെ പേരിൽ തട്ടിപ്പ് നടന്നിട്ടോ ഇല്ലയോ എന്ന കാര്യത്തിലാണ് പാർട്ടി സെക്രട്ടറി വ്യക്തത വരുത്തുന്നത്. നമ്മൾ ഈ കൊടുക്കുന്ന ഒരു രക്തസാക്ഷി എന്നും മറ്റും പറയുന്ന കാര്യത്തിന്റെ ഒരു ഗൗരവം CPMന്റെ നേതാക്കൾക്ക് എത്രയുണ്ട് എന്ന കാര്യം നേരിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അവിടെയൊക്കെ അവർ രക്ഷപ്പെട്ടു പോയിരിക്കുന്നത് അവിടെ ഒരു വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സത്യസന്ധനായ ഒരു പാർട്ടി സഖാവ് ഇതിനെ വിടാതെ ചോദ്യം ചെയ്യാൻ ഉണ്ടായിരുന്നില്ല എന്നുകൊണ്ടാണ്. കാരണം എല്ലാവരും ഗുണഭോക്താക്കളാകുമ്പോൾ മുമ്പ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ വാദവും അപവാദവും എന്ന് പറയാറുണ്ട്. അപ്പോ ഒരു അപവാദം ശ്രീ വി കുഞ്ഞികൃഷ്ണൻ എന്ന പേരിൽ അവിടെ ഉണ്ടായി എന്നുള്ളത് മാത്രമാണ് പ്രശ്നമായത്. ഇവിടെ എന്താ മറ്റെല്ലാ ഏരിയ കമ്മിറ്റികളിലും എന്താ സംഭവിക്കുന്നത്? അവിടെ വാദം മാത്രമേ ഉള്ളൂ, അപവാദം ഇല്ല. അപ്പൊ പിന്നെ എല്ലാവരും ഇതിന്റെ ഭാഗമാണ്. ആരും നിങ്ങൾ ചെയ്യുന്ന കൊള്ള ഞാൻ കണ്ടില്ല എന്ന് വെച്ചാൽ
ഞാൻ ചെയ്യുന്ന കൊള്ള മറ്റവരെല്ലാം കണ്ടില്ല എന്ന് വെക്കും എന്നതാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളം ഉടനീളമുള്ള പ്രശ്നം. യോജിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം. ഇത് CPM ഇപ്പൊ ഞാനൊക്കെ ഇതിനെ കുറിച്ചൊക്കെ എത്രയോ സംസാരിച്ചിട്ടുള്ളതാണ്. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ മതിയാക്കിയിട്ട് 2007 കാലത്ത് ഇറങ്ങിയത് എന്നതിന്റെ കഥകളൊന്നും ഞാൻ ലോകത്തോട് പറയാൻ പുറപ്പെട്ടിട്ടില്ല. വേണ്ടാന്ന് വെച്ചത് വാസ്തവത്തിൽ ഈ പറയുന്ന പാർട്ടി എന്തെങ്കിലും ഒരിക്കൽ നന്നാവുകയാണെങ്കിൽ ഇപ്പൊ അതല്ല, സമ്പൂർണമായ നാശമാണ്. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. ഒരു പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഇരിക്കുന്നു, കേരളം മുഴുവൻ ഭരിക്കുന്നു. ഒരു TI മധു പയ്യന്നൂർ, വേറൊരു പിണറായി വിജയനായിട്ട് പയ്യന്നൂർ ഇരിക്കുന്നു. ഇങ്ങനെ എല്ലാ സ്ഥലത്തും ആളുണ്ട്. വിജയേട്ടനെ ആരോ എവിടുന്നോ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. ഇവരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വഴിവിട്ടു പണം ഉണ്ടാക്കുകയും മാർസിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു പറിച്ച് പണം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. നേരായിട്ട് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റില്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. മാർസിയൻ സമ്പദ്ശാസ്ത്രം അനുസരിച്ചാണെങ്കിൽ നേരായിട്ട് പണം ഉണ്ടാക്കാൻ പറ്റില്ല, പിടിച്ചു പറിക്കണം. അതിനെ കുറിച്ചാണല്ലോ മാർക്സ് മൂലധനത്തിൽ മിച്ചമൂല്യം എന്നും മറ്റും പറയും. നിങ്ങൾ തൊഴിലാളിയുടെ അധ്വാനം പിടിച്ചു പറിക്കണം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അനേകം പിടിച്ചു പറിക്കണം നടത്തണം. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. ഇങ്ങനെ കൊള്ള ചെയ്ത ഒരു സംഘത്തിന്റെ തലവനെയാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നത്. അദ്ദേഹം പക്ഷെ ഈ പ്രവണതയെ കേരളം മുഴുവൻ വ്യാപിപ്പിച്ചു എന്നുള്ളതാണ്. കഷ്ടം. പഴയ കാലത്ത് അങ്ങനെയായിരുന്നല്ലോ. നമുക്ക് ഇവരെ അങ്ങനെയാണെങ്കിൽ മുമ്പേ ഇത്തരം ആരോപണങ്ങൾ വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പുറത്ത് കാണുന്ന തരത്തിൽ ഇപ്പൊ രക്തസാക്ഷി അങ്ങനെ ഇങ്ങനെയും പറയുന്ന ഒരു പവിത്രതയും അവർക്കില്ല. ഇതൊരു പിടിച്ചുപറി സംഘമാണ്. ആ തലതിരിഞ്ഞവനെ ഈ നാട്ടിൽ നിന്ന് കെട്ടിച്ചില്ലെങ്കിൽ എന്റെ പറ്റി കൂട്ടും. അവര് ഭരിക്കുന്നത് എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന ഒരൊറ്റ ലോജിക്കാണ്. അത് അടിമുടി അങ്ങനെയാണ്. സംശയിക്കാൻ എന്തിരിക്കുന്നു, അത് തീർച്ചയല്ലേ. കേരള രാഷ്ട്രീയം അങ്ങേയറ്റത്തൊരു ദ്രവീകൃത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇത് എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് കാത്തിരുന്നോളൂ എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഇപ്പൊ നോക്കൂ, കൊല്ലത്ത് CPM ഒരു ജില്ലാ കമ്മിറ്റി അംഗം മുസ്ലിം ലീഗിലാണ് പോയി ചേർന്നത്. അത് വ്യക്തിപരമായ ഒരു അപഭ്രംശം മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊരു പാർട്ടിയുടെ ജീർണതയുടെ അങ്ങേ സ്ഥലത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ ഈ തമ്പുരാന്മാരൊന്നും ഒരക്ഷരം സ്വയം വിമർശനാത്മകമായി സംസാരിക്കാൻ തയ്യാറല്ല. കാരണം അവരുടെ കയ്യില് ഗുണ്ടകളുടെ ഒരു കൂട്ടമുണ്ട്. മൊബൈൽ ഫോണുകളും അല്ലെങ്കിൽ ലാപ്ടോപ്പുകളുമായി നടക്കുന്ന ഗുണ്ടകളുടെ കൂട്ടം. ഈ ഗുണ്ടകളുടെ കൂട്ടം മാത്രമല്ല അവർക്കുള്ളത്. അവർക്ക് വൈകുന്നേരങ്ങളിൽ ടെലിവിഷൻ ചാനലുകൾ വന്നിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ CPM-ന് വേണ്ടി ഒരു ഗുണ്ടാ വർത്തമാനവും നുണയും പറയുന്ന നമ്മളെയാണല്ലോ മച്ചമ്പി. 1,00,000 ഉറുപ്പ്യ തരാന്ന് പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടൂല. കമ്മ്യൂണിസത്തിന്റെ എല്ലാ കാലത്തെയും അവകാശവാദത്താണ്, മാർക്സിയത്തിന്റെ പ്രത്യേകിച്ചും. സത്യം പറയണം എന്നുള്ളതാണ്. നുണ മാത്രം പറയുന്ന ആളുകൾ ഇത് പിണറായി വിജയൻ തൊട്ടങ്ങോട്ടാണ്. അതാണ് ഈ പറയുന്ന സത്യം പറഞ്ഞ ഒരാളുടെ അവസ്ഥയാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ വിശദീകരിച്ചത്. ഇതൊന്നും ശരിയല്ല, ഞാൻ സമ്മതിക്കില്ല. ശ്രീ കുഞ്ഞികൃഷ്ണനെ ഈ അഭിമുഖം പുറത്തു വന്നിട്ടും ആരും വിളിക്കാതിരുന്നത് അത്ഭുതപ്പെടുത്തുന്നുണ്ടോ, അതോ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നടപടികളിലായിരിക്കുമോ അവർ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്ത മിക്കവാറും നാളെ ദേശാഭിമാനിയിൽ കാണും. പിന്നെ അധികം വൈകാതെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പറഞ്ഞയക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. സ്വാഭാവികം. പാർട്ടിയുടെ നടപടി അവിടെ കൊണ്ട് അവസാനിച്ചാൽ പ്രശ്നമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ നിൽക്കുമ്പോൾ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനുള്ള കുൽസിത ശ്രമം ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞൊരു വലതുപക്ഷ ബൂർഷ്വാ മാധ്യമത്തിൽ അഭിമുഖം കൊടുത്തു എന്നുള്ളതിന്റെ വലിയൊരു ഗുരുതരമായ കുറ്റാരോപണമായിട്ട് വരും. എന്താ എന്റെ ഉദ്ദേശം? ഞാൻ പറയുന്നതാണോ കുറ്റം? പണ്ട് പാർട്ടി സെക്രട്ടറി വന്നിരുന്ന സമയത്ത് ചായ കുടിക്കാത്തതിനുള്ള MP രാഘവനെ പുറത്താക്കിയത്. അത് വെച്ച് നോക്കുമ്പോൾ എത്രയോ ഗുരുതരമായ കുറ്റമാണ് ഇദ്ദേഹം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിണതിയിലേക്കാണ് പോകുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാളെ പാർട്ടി സെക്രട്ടറിയുടെ ഒരു പത്രസമ്മേളനവും പ്രതീക്ഷിക്കാം. അതിന്റെ ഒരു ലൈൻ അതാ അല്ലേ? ഏഷ്യാനെറ്റ് പോലെ ഉള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ കുപ്രചരണ കോലാഹലത്തിൽ പാർട്ടി സഖാക്കൾ കുടുങ്ങിപ്പോരുത്, പാർട്ടിക്ക് ഒരു പൈസയും നഷ്ടമായിട്ടില്ല, കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പിച്ചിമ്പേ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവരും രംഗത്ത് വരാം. അല്ലേ ആ ഒരു സംശയമില്ല. സത്യത്തിന്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തരുതാ ബാവ, കൊഞ്ഞനം കുത്തൂല്ലടാ മോനെ. പക്ഷെ അതുകൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുകയില്ലല്ലോ. ഇത് പാർട്ടിയുടെ മൊത്തത്തിൽ പ്രതിച്ഛായ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പാർട്ടിയിലെ അംഗങ്ങൾക്ക്, പാർട്ടി പ്രവർത്തകർക്ക്, സഹയാത്രികർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് മാറ്റിച്ചത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ആളുകളുടെ വികാരം ആ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. കാരണം
ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതിന്റെ ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? പാർട്ടിക്ക് വേറെ എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിലും പരാതികളുണ്ടെങ്കിലും ഇതിൽ വിശ്വസിച്ച ആളുകളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നുള്ള ചെറിയ കാര്യമല്ലല്ലോ. നേതാക്കന്മാർ മറ്റു ചില പാർട്ടികളെ പോലെ പണത്തിനും പണക്കാർക്കും വേണ്ടി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പിന്നെ ഈ പാർട്ടിക്ക് എന്ത് പ്രസക്തിയുള്ളത്? വിവരമുണ്ടോ തനിക്ക്? സത്യമായിട്ടും ഇല്ല. കണ്ണൂർ ജില്ലയിലേക്ക് എത്രയോ രക്തസാക്ഷികളുടെ ചോര കൊണ്ട് നിറം പഠിപ്പിച്ചതാണ് ഈ ചെങ്കൊടി. അവിടെയാണ് ഇതുപോലുള്ള അതിക്രമങ്ങൾ നടക്കുന്നത്. അതും RSSകാരുടെ വെട്ടേറ്റ് മരിച്ച ഒരു സഖാവിന്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി പിരിച്ച ഫണ്ടിൽ നിന്ന് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ നീചമായ എന്ത് പ്രവൃത്തിയാണ് ചെയ്യാൻ പറ്റുക? അത് അങ്ങേയറ്റം അപലപനീയമായ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് ചെയ്തത്. അത് ചെയ്ത അയാൾ ഒരു ക്രിമിനൽ ആയതുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടി നയത്തിന് വിധേയനാകാത്ത ആളായതുകൊണ്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് സമാധാനിക്കാം. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം അയാളോട് അങ്ങേയറ്റം ഔദാര്യത്തോടെ പെരുമാറുകയും ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സെക്രട്ടറിയെ കുറിച്ച് നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? നീ ആ കൈ ഇങ്ങോട്ട് തന്നെ ഒന്നിനും പ്രതികരിക്കാത്തതിന് 100-ൽ 100 മാർക്കാ നിനക്ക്. അതല്ലേ ഏറ്റവും വലിയ കുറ്റം. മോട്ടിച്ച ആൾക്ക് മോട്ടിച്ച് വേറെ ആരും കണ്ടുപിടിക്കില്ല എന്നൊരു ന്യായമെങ്കിലും ഉണ്ട്. കണ്ടുപിടിച്ചതിന് ശേഷം ഈ കുറ്റം ചെയ്തവനെ ശിക്ഷിക്കുകയില്ല, നേരെ കുറിച്ച് അതിനെക്കുറിച്ച് പരാതി പറഞ്ഞവരെ ശിക്ഷിക്കും എന്ന് തീരുമാനിച്ച പാർട്ടിയുടെ ഭാരവാഹികളൊക്കെ നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ ഇതാണ് കലികാലം എന്ന് പറയുന്നത്. എനിക്കതാ മനസ്സിലാകാത്തത്.